ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, കിച്ചണിലാണ് നമ്മളൊരു അനുകുട്ടി ഇന്ന് ന്യൂ ഇയർ സ്പെഷ്യൽ ന്യൂ ഇയർ ആയിട്ട് നമ്മളൊരു സ്പെഷ്യൽ എന്താ പറയുക ചീസ് കേക്ക്, ബേൺഡ് ചീസ് കേക്ക്. അത് ഭയങ്കര പോപ്പുലർ ആണല്ലോ, അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ചീസ് കേക്ക് മേക്കിങ്. മനു എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ. ഇപ്പോൾ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടിരിക്കുവാണ്. അപ്പോൾ പുറത്തെ ഇരുട്ട് നോക്കണ്ട, രാത്രിയായി എന്നുള്ള 4:30 കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നൈറ്റാണല്ലോ. പിന്നെ അനുകുട്ടിയാണ് കോപ്പ് വരെ പോയിട്ട് എനിക്ക് ക്രീം ചീസ് മേടിച്ചിട്ട്, ഇവിടെ ക്രീം ചീസ് ഉണ്ടായിരുന്നു എങ്കിൽ എനിക്ക് ഫിലാഡൽഫിയയും കൂടി വേണം എന്ന് പറഞ്ഞിട്ട് അതും പിന്നെ കുറച്ച് ഡബിൾ ക്രീമും മേടിച്ചിട്ടുണ്ട്. അതെ, ഫിലാഡൽഫിയയുടെ ഇത് 165 ഗ്രാംസാണ്. അതിൻ്റെ 2 എടുത്തപ്പോൾ ഒരു 320-30 വരും. ഇത് 100 ഗ്രാംസാണ്. ദിസ് ഈസ് സോഫ്റ്റ് ചീസ് ക്രീം ഫീൽസിൻ്റെ അത് 2. അപ്പോൾ ഡബിൾ ക്രീം 600 ml ഉണ്ട്, പക്ഷേ ഇതിൽ 1 കപ്പ് എടുക്കാം. പിന്നെ വേണ്ടത് മുട്ടയാണ്. മുട്ട ലാവിഷായിട്ടുണ്ട്, ആവശ്യത്തിന് എടുക്കാം. പിന്നെ അത് സ്പ്രിംഗ് ഫോം പാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. 7 ഇഞ്ച് or 8 ഇഞ്ച് ആണെങ്കിലും കുഴപ്പമില്ല. പാച്ച്മെൻറ്റ് പേപ്പറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബേൺഡ് ചീസ് കേക്ക് ഉണ്ടാക്കാൻ പോകും. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ന്യൂ ഇയറിന് ശരിക്കും പറഞ്ഞാൽ ചിക്കൻ ബിരിയാണിയാണ് സ്പെഷ്യൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് പക്ഷേ ഓൾറെഡി ഞാൻ കാണിച്ചിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഡിസേർട്ട് ആണ് പ്രധാനം. എൻ്റെ ശബ്ദമൊക്കെ മാറി വരുന്നു. ഗെറ്റിംഗ് ബെറ്റർ ഡേ ബൈ ഡേ. നല്ല വ്യത്യാസമുണ്ട്, ഒരുപാട് മാറ്റം. അങ്ങനെ നമ്മുടെ ബേൺ ചീസ് കേക്ക് തയ്യാറാക്കാൻ തുടങ്ങുന്നു. അപ്പോൾ പാത്രത്തിലേക്ക് ആദ്യം ക്രീം ചീസ് എന്ന് പറയുമ്പോൾ ഞാൻ 2 ടൈപ്പ് ഓഫ് ക്രീം ചീസാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. 2 ബ്രാൻഡ് അത്രേ ഉള്ളൂ. ഫിലാഡൽഫിയയുടെ ഒറിജിനൽ അത് 2 പാക്കറ്റ് ഉണ്ട്. അതായത് ഒരെണ്ണത്തിൽ 165 ഗ്രാംസാണ്. അപ്പോൾ 2 കൂടി ചേർത്തിട്ട് ഒരു 330 ഗ്രാം ഉണ്ട്. പിന്നെ ഇവിടെ സാധാരണയായിട്ട് എപ്പോഴും വാങ്ങുന്ന ക്രീം ചീസ് ഉണ്ട്, പാർവതി ഇപ്പോൾ എപ്പോഴും സ്റ്റോക്ക് ചെയ്യുന്നത്. അതൊരു 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അത് ഒരെണ്ണം 100 ഗ്രാംസാണ്. അപ്പോൾ ടോട്ടൽ 200 ഗ്രാംസ്. അപ്പോൾ 2 കൂടി ചേർത്ത് ഒരു 530 ഗ്രാം ഉണ്ട്. 1/2 കിലോയും 30 ഗ്രാമും കൂടുതലുണ്ട്. ഓക്കെ, അത് ഇച്ചിരി കൂടുതൽ, അത്രേ ഉള്ളൂ, ചെറിയൊരു ഡിഫറൻസ്. അപ്പോൾ ഇനി ഇത് 2 കൂടി ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്യണം. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി, 1 കപ്പ് പഞ്ചസാര. അത് കാസ്റ്റർ ഷുഗറാണ്. അത് ചെറിയ തരിയുള്ള പഞ്ചസാര. ഇവിടെയൊക്കെ കിട്ടുന്ന പഞ്ചസാര അങ്ങനെയാണ്, ചെറിയ തരി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ നാട്ടിലെ കുറച്ച് വലിയ തരിയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്താൽ മതി. എന്നിട്ട് ഹാൻഡ് ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊരു ഫ്ലഫി ആയിട്ട് നന്നായിട്ട് മിക്സായി കിട്ടണം, അത്രേ ഉള്ളൂ, പഞ്ചസാരയും ഇതെല്ലാം കൂടി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഹാൻഡ് ബ്ലെൻഡർ കൊണ്ട് തന്നെ ബീറ്റ് ചെയ്ത് ബ്ലെൻഡ് ചെയ്യാം. ഓവർ ബീറ്റിങ് വേണ്ട കേട്ടോ. ഇനി അടുത്തത് മുട്ട ചേർത്ത് തുടങ്ങാം. ആദ്യം 2 മുട്ട 1 by 1 ചേർക്കാം. 1, 2. ആ മുട്ടയും കൂടെ ഇതിൻ്റെ കൂടെ ചേർന്ന് ആ ഒരു രീതിയിലാകുന്ന പോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്യണം. ജസ്റ്റ് ഒരു 2 ബീറ്റിംഗ് ആകുമ്പോൾ അതും നന്നായിട്ട് യോജിക്കും. ഇനി 2 മുട്ടയും കൂടി ചേർക്കണം. അപ്പോൾ ടോട്ടൽ 4 മുട്ടയാണ് ചേർക്കുന്നത്. ഇനി ആ 2 മുട്ടയും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ആകും. അപ്പോൾ എല്ലാം കൂടി ചേർന്ന് നല്ലൊരു ബ്ലെൻഡിങ് ആയിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഫ്രഷ് ക്രീമാണ് ചേർക്കേണ്ടത്. 1 കപ്പ് ഫ്രഷ് ക്രീം. ഇവിടെ ഡബിൾ ക്രീം എന്ന് പറഞ്ഞ് വാങ്ങാൻ കിട്ടുന്നതാണ്, നമ്മുടെ നാട്ടിൽ ഫ്രഷ് ക്രീം എന്ന് പറയും. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ആ ബീറ്റർ വെച്ച് തന്നെ, ഹാൻഡ് ബ്ലെൻഡർ വെച്ച് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്യാം. പക്ഷേ ഓവറായിട്ട് ബീറ്റ് ചെയ്യരുത്, അത്രേ ഉള്ളൂ. എല്ലാം ഒന്ന് നന്നായിട്ട് യോജിച്ച് കിട്ടണം, അത്രേ ഉള്ളൂ. ആൻഡ് ഒരു ഫൈനലായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ മൈദ മാവും കൂടി ചേർക്കുന്നു. ഫ്ലവർ 3 ടേബിൾ സ്പൂൺ, കറക്റ്റ് 3 ടേബിൾ സ്പൂൺ. പിന്നെ ഇതിന് പകരം 1.5 ടേബിൾ സ്പൂൺ മൈദയും 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവറായിട്ട് പകുതി ആക്കി വേണമെങ്കിലും ചേർക്കാം. ഇവിടെ ഇപ്പം എന്തായാലും ഞാനിപ്പോൾ മൈദയാണ് ചേർത്തിരിക്കുന്നത്. ഇനി അതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് യോജിപ്പിക്കും. ആൻഡ് ഫൈനലി ലാസ്റ്റ് ഒരു നുള്ള് ഉപ്പും കൂടി ചേർക്കുന്നു. ഇനി അതും ഒന്ന് നന്നായിട്ട് ബ്ലെൻഡായി വരാനായിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. എല്ലാം ഒരു ബീറ്റിംഗ്, ഒറ്റ ബീറ്റിംഗ് ആണ്, ഓവർ ബീറ്റിങ്ങേ പാടില്ല. പക്ഷേ എന്നാൽ അതേസമയം നന്നായിട്ട് എല്ലാം കൂടി യോജിച്ച് കിട്ടുകയും വേണം. ഇനി ഒരു സ്ക്രേപ്പർ പോലെ ഇരിക്കുന്ന ഒരു തവി വെച്ചിട്ട് ഇതൊരു ചെറിയൊരു എന്താ പറയുക സ്മോൾ നമ്മുടെ ഒരു
ടബി പോലെ ഒരു കാര്യം, സ്ക്രേപ്പർ പോലെ തന്നെ ഇരിക്കുന്നത്. അത് വെച്ചിട്ട് സൈഡ്സിൽ നിന്നൊക്കെ ഇളക്കി അകത്തേക്കാക്കി അത് ഒടിച്ച് തന്നെ നമ്മൾ ആ ടബി വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ബാറ്റർ റെഡിയാണ് നമ്മുടെ ബേൺഡ് ചീസ് കേക്കിന് വേണ്ടിയിട്ട്. ഇനി നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു 8 ഇഞ്ചിൻ്റെ പാനാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിനകത്ത് ഇതിപ്പോൾ പാർച്ച്മെൻറ്റ് പേപ്പറാണ് ഇട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ബട്ടർ പേപ്പർ ആയാലും മതി. അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തിടാം. ഷേപ്പിൽ കട്ട് ചെയ്തിട്ടാൽ പേപ്പർ ഇട്ടാൽ ആ ഷേപ്പിൽ തന്നെ കിട്ടും. ഇങ്ങനെ ഇടുമ്പോൾ ഒരു ചെറിയൊരു ചുറ്റോട് ഒരു ചെറിയൊരു ചുളുക്ക് പോലെയുള്ള രീതിയിൽ വരും. അത് കാണാനും ഒരു ഭംഗിയല്ലേ, അതുകൊണ്ടാണ് അങ്ങനെ ഇടുന്നത്. ഇനി ഇത് പ്രീ ഹീറ്റഡ് അവനിലേക്ക് ഞാൻ മാറ്റുകയാണ്. 210 അതാണ് ടെമ്പറേച്ചർ. പ്രീ ഹീറ്റഡ് ഒരു 5 മിനിറ്റോളം പ്രീ ഹീറ്റ് ചെയ്ത് ഓവനാണ് അതിലേക്ക് മാറ്റുന്നത്. 210 വെച്ചിരിക്കുന്നത്. ഒരു 35-40 മിനിറ്റിനകം റെഡിയാവും. ഫാനാണ് ഇട്ടിരിക്കുന്നത്, ഓപ്ഷൻ ഫാൻ. അപ്പോൾ ഒരു മിഡിൽ വരും കാര്യങ്ങൾ. ഫാൻ ഓപ്ഷൻ ഇട്ടാണ് ഇതാണ് സിസ്റ്റർ ഫാൻ. ഓക്കെ, ടൈമറും കൂടി സെറ്റ് ചെയ്താൽ മതി. ബേബി കൂടെ ഉണ്ട്, അതിന് കുട്ടിയുണ്ട്, ഞങ്ങളെല്ലാവരും കൂടെ ഉപയോഗിക്കും. ബേൺഡ് ചീസ് കേക്ക്. അപ്പോൾ നമ്മുടെ ന്യൂ ഇയർ നമ്മൾ ഇപ്പോൾ രാത്രി 12 മണിയാകാൻ 5 മിനിറ്റ്. അപ്പോൾ ന്യൂ ഇയർ ഞങ്ങളുടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ചീസ് കേക്ക് കഴിച്ചുകൊണ്ടായിരിക്കും. ബേൺഡ് ചീസ് കേക്കാണ് നമ്മളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഉണ്ടല്ലോ. പക്ഷെ ഇത് ചൂടോടുകൂടി കഴിക്കാൻ പാടില്ല എന്നാണ്. എങ്കിലും ഞാൻ ഇത് ഡീമോൾഡ് ചെയ്യാനായിട്ട് ഞാനൊരു എന്താ പറയുക, നമ്മുടെ ഇടിയലിൻ്റെ മുകളിലെടുത്ത് വെച്ചിരിക്കും. അപ്പോൾ അതൊന്ന് കൂളായി കഴിഞ്ഞാൽ ഇത് ഡീമോൾഡ് ചെയ്യുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ തണുപ്പിച്ചാണ് കഴിക്കേണ്ടത്. പക്ഷേ ന്യൂ ഇയർ പ്രമാണിച്ച് വേണമെങ്കിൽ ഇച്ചിരി ചൂടോടുകൂടി കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. യെസ്, എന്തായാലും നല്ലതായിട്ട് വന്നിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്താൽ ഇഷ്ടമാവും. ഡീമോൾഡായി വന്നു. ഇനി ഇതിങ്ങനെ മാറ്റണമെങ്കിൽ ഇത് ഇച്ചിരി ഒന്ന് തണുക്കണം. ഓക്കെ, ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ്. സൈഡ്സ് ഒന്ന് നന്നായിട്ടൊന്ന് തണുത്തോട്ടെ. ആഹാ, നല്ല മണം. വാവ്, നല്ല മണം, നല്ല മണം. അങ്ങനെ നമ്മുടെ മാഞ്ചസ്റ്ററിലെ 2025 ചീസ് കേക്കോടുകൂടി ആഘോഷിക്കുന്നത്. ഞാനിപ്പോൾ ഇതിങ്ങനെ ഡിമോൾഡ് ചെയ്താൽ എല്ലാം കുളവും. വേണ്ട, ഇച്ചിരി നടക്കട്ടെ. ഇത്രയും ക്ഷമിക്കാമെങ്കിൽ എന്താ പറയുക, വേവോളം ക്ഷമിക്കാമെങ്കിൽ 6 ക്ഷമിക്കണം എന്നാണ്. അപ്പോൾ ആ ഒരു ക്ഷമ കാണിക്കും. ഞാനിതെല്ലാം എടുത്ത് വെച്ചേക്കാം. അതിൻ്റെ ഷോർട്സും കൂടി നിങ്ങളെ കാണിച്ചു. കറക്റ്റ് 12 മണി. മഴ, ഫയർ വർക്ക്സ്, അതിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. ഓനെ ഇപ്പം എവിടെ പോയി ആ ഫയർ വർക്ക്സ് കണ്ടോണ്ടിരുന്നത്? കമ്മിങ്. അതെ, വന്നു തുടങ്ങി വീണ്ടും. UK welcomes in 2020 fireworks over London. Nice. ലൈവ് സെൻട്രൽ ലണ്ടൻ. ഭയങ്കര പരിപാടിയാണല്ലോ. UK welcomes 2025 fireworks in London. ഗംഭീര പരിപാടിയാണ്. ഇതിപ്പോൾ ഹോട്ട് ആണ്. സ്ട്രൈറ്റ് ഫ്രം ഓവൻ. തണുക്കാൻ വേണ്ടി കുറേ വെയിറ്റ് ചെയ്തു, പക്ഷേ ക്ഷമ പോയി. വാവ്, നമ്മുടെ ബേൺഡ് അങ്ങനെ നമ്മുടെ ബേൺഡ് ചീസ് കേക്ക്. കാണുന്നുണ്ടല്ലോ ആ ടെക്സ്ചർ, അയ്യോ രക്ഷയില്ല.
ഇങ്ങനെയാണ് കഴിക്കുന്നത്. വാവ്. അപ്പോൾ 2025 2025 നമ്മുടെ പുതുവർഷം. മധുരം കൊണ്ടില്ല നിങ്ങളെല്ലാവരും, നിങ്ങൾക്ക് എല്ലാവർക്കും തന്നുകൊണ്ട് തന്നെ. ഇത് നല്ല തണുപ്പിച്ച് കഴിക്കാം. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ഹോട്ടായിട്ടാണ് കഴിക്കണം. ഓ, രക്ഷയില്ലാത്ത ടേസ്റ്റ്. സൂയം ഇതെനിക്ക് കാണിച്ചു തരാൻ പറ്റും വിചാരിച്ചല്ല, പക്ഷേ ഭാഗ്യത്തിന് പറ്റി. അപ്പം ഞങ്ങളെല്ലാവരും ഈ മധുരം കഴിച്ചുകൊണ്ട് 2025 തുടക്കം കുറിക്കും. അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അനുക്കുട്ടി, അനുക്കുട്ടി ഈസ് ബിഹൈൻഡ് ദ ക്യാമറ. ജസ്റ്റ് ഒന്ന് ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. മോള് പറഞ്ഞതിനോടകത്തേക്ക് പോയിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ബേൺഡ് ചീസ് കേക്ക് ഉണ്ടാക്കി നമുക്ക് അടിപൊളിയായിട്ട് വരും. അപ്പോൾ ലവ് യു ഓൾ. നല്ലൊരു 2025 എല്ലാവർക്കും വിഷ് ചെയ്യുന്നു.